നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും 63 വയസ്സ് വരെ ജീവിച്ച അള്ളാഹുവിൻ്റെ റസൂല് ആ 63 കൊല്ലത്തിൽ ഒരു ദിവസം 63 പ്രാവശ്യം റബീഉൽ അവ്വൽ ആവർത്തിച്ചു വന്നിട്ടും അന്നൊന്നും ചെയ്തിട്ടില്ല എന്ന കാര്യത്തിൽ ലോകത്തൊരു മുസ്ലിമിനും അഭിപ്രായ വ്യത്യാസമില്ല. 63 റബീഉൽ അവ്വലിൽ ജീവിച്ച അള്ളാഹുവിൻ്റെ റസൂല് നുബുവത്തിന് മുമ്പ് ശേഷം ആ ദിവസത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ ജാഥ നടത്താൻ പോവുകയാണ്, നമ്മൾ കുട്ടികൾക്ക് പലഹാരങ്ങൾ കൊടുക്കാൻ പോവുകയാണ്, പാട്ട് പാടാൻ പോവുകയാണ്, സ്റ്റേജ് കെട്ടാൻ പോവുകയാണ്, പള്ളിക്ക് ലൈറ്റ് തൂക്കാൻ പോവുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്തിട്ടില്ല. പിന്നെ ആ നബി അങ്ങേയറ്റം സ്നേഹിച്ച് പ്രവാചകൻ അമ്പേൽക്കാതിരിക്കാൻ നെഞ്ചത്ത് അമ്പേറ്റു വാങ്ങി പ്രതിരോധിച്ച സഹാബത്ത് എത്രയോ കാലം ഇസ്ലാമിക ലോകം ഭരിച്ചിട്ടും 3 ഉത്തമ നൂറ്റാണ്ട് കാലഘട്ടങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജന്മദിനം അവരാരും ആഘോഷിച്ചിട്ടില്ല. എന്നിട്ട് പിന്നെ എങ്ങനെ നമുക്കത് കിട്ടി സുഹൃത്തുക്കളെ? ഈസാ നബിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനം ഇവിടെയുണ്ട്. എല്ലാ മതസ്ഥരുടെയും പുരോഹിതന്മാരെയും നേതാക്കളുടെയും ജന്മദിനം ഇവിടെ ഉണ്ട്. ഭൗതിക സാഹചര്യങ്ങളുണ്ട്, ഓരോ രാഷ്ട്രത്തിൻ്റെയും രാജാക്കന്മാരുടേതുണ്ട്, നേതാക്കന്മാരുടേതുണ്ട് ജന്മദിനം. പക്ഷേ അത് ലോകത്തിൽ അതൊരു മാതൃകയായി നിന്നപ്പോഴും അള്ളാഹുവിൻ്റെ റസൂൽ നമുക്കത് മാതൃകയാക്കിയില്ല. അപ്പം എപ്പോഴെങ്കിലും സുഹൃത്തുക്കളെ അതിനൊരു 10 ഉറുപ്പ് എടുത്തു കൊടുക്കുമ്പോൾ 1000 വട്ടം ആലോചിച്ചോളൂ. 1000 വട്ടം കുല്ലു ബിദ്അത്തിൻ ദലാല വകുല്ലു ദലാലത്തിൻ ഫിന്നാർ. മതത്തിൽ എന്തെങ്കിലും പുതിയതുണ്ടാക്കിയാൽ അത് വഴികേടാണ്, വഴികേട് നരകത്തിലേക്കാണ്.